തുറന്നു എല്ലാവർക്കും പേപ്പറൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിന് ഇപ്രാവശ്യത്തെ മാത്സ് എക്സാം കുറച്ച് പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ഈ വിചാരിച്ചൊരു ഗ്രേഡ് നേടാൻ വേണ്ടിയിട്ട് പലർക്കും സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റിപ്പോയിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി അവ തിരുത്തി അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. നിങ്ങളാരും ശരിക്കും പഠിക്കാത്തത് കൊണ്ടല്ല നിങ്ങളുടെ മാർക്ക് കുറഞ്ഞത്. ആ പഠിച്ച രീതിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം മനസ്സിലാക്കി നമ്മുടെ പഠന രീതി ഒന്ന് ഇപ്രാവശ്യം മാറ്റി നോക്കാം. അതാണ് ഇനിയിപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് നമുക്കൊന്ന് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിപ്പോയിട്ടുള്ള മിസ്റ്റേക്കുകൾ ആദ്യം മനസ്സിലാക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്സുകൾ കുറച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് പറ്റിയിട്ടുള്ളതെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കുറേ പേർക്ക് പറ്റിയിട്ടുള്ള കാര്യം, നമുക്ക് ഇപ്രാവശ്യം ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ വന്നത്. അപ്പോൾ ആ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഒന്ന് മാറ്റി ചോദിച്ചപ്പോൾ ഈ ചോദ്യം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ കുറേ പേർക്ക് പ്രശ്നം പറ്റി. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമയക്കുറവ് വന്നു. അതെങ്ങനെയാണ് സമയം കുറഞ്ഞു പോയത്? കാരണം എല്ലാ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കുറച്ചധികം ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ചോദ്യത്തിനും ഇത്ര സമയം വെച്ച് കൊടുക്കണം. ആ ടൈം മാനേജ്മെൻറ്റ് പലർക്കും കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് ഒരു ചോദ്യത്തിന് ഇത്ര സമയമാണോ കൊടുക്കേണ്ടതെന്നുള്ള കറക്റ്റ് മനസ്സിലായിട്ടില്ല. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? എല്ലാ ചോദ്യങ്ങൾക്കും അത്ര വിചാരിച്ച സമയമൊന്നും എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. സമയം മൊത്തത്തിൽ കുറവാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസേഴ്സ് എഴുതിയപ്പോൾ അതൊക്കെ ഇൻകംപ്ലീറ്റ് ആയി. അതായത് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ചിലർക്ക് എന്താണ് സ്റ്റെപ്സ് ഒന്നും കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. എല്ലാം ഈ ടൈം മാനേജ്മെൻറ്റ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പറ്റിപ്പോയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമാണ് ചെയ്തത്. എക്സ്ട്രാ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എക്സ്ട്രാ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാത്ത ഒരാൾക്ക് വരുന്ന പ്രശ്നം എന്താണ്? ഒന്ന് പുറത്തുനിന്നൊരു ചോദ്യം വന്നു, ഒന്ന് മാറ്റി ചോദിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ പഠിച്ചൊരു കുട്ടിക്ക് പുറത്തുനിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. പിന്നെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആദ്യം ഒരു ചോദ്യം കിട്ടി, അത് കണ്ടപ്പോഴേ അത് ടഫാണെന്ന് മനസ്സിലായി. അപ്പോൾ ടഫാണെങ്കിൽ നിങ്ങൾ കുറേ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ സമയം അതിൻ്റെ മുകളിൽ കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ പോലും ഉത്തരം എഴുതാൻ പറ്റിയില്ല. അതൊരു പ്രശ്നമല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആദ്യം ചെയ്യണമായിരുന്നു. പിന്നെ പ്രശ്നം എന്താ? ആദ്യമേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച സമയത്ത് നിങ്ങൾക്ക് എവിടേക്കോ എന്തൊക്കെയോ അറിയില്ല, മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നെർവസായി, ടെൻഷൻ വന്നു. ടെൻഷൻ വന്നപ്പോൾ പഠിച്ച കാര്യങ്ങൾ കൂടി മറന്നുപോയി. അതാണ് കുറേ പേർക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം കുറേയൊക്കെ മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മക്കളെ തിരുത്തേണ്ടത്? ഇത് തിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമുക്കിപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അങ്ങനെ അവിടെ ഇവിടെയും പഠിച്ചു പോയതുകൊണ്ട് മാത്രം ഇനി കാര്യമില്ല. ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകളും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പോൾ മാത്സിന് ഇപ്രാവശ്യം ഈ സംഭവിച്ച തെറ്റുകളൊക്കെ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു പോകുക തന്നെ ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റിൻ്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാതെ എക്സ്ട്രാ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, എക്സ്ട്രാ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തേ പറ്റുള്ളൂ. എന്നാലാണ് ക്വസ്റ്റ്യൻസ് ഒന്ന് മാറി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഈ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻ്റ് ആണോ? മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ എക്സാമിൻ്റെ സമയത്ത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തോണം. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ബേസിസിൽ നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചു പോയേ പറ്റുള്ളൂ. എന്നാലാണ് അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വിചാരിച്ച പോലെ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു കുട്ടി ഇരുന്ന പോലെ ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ മിസ്റ്റേക്സുകളൊക്കെ മനസ്സിലാക്കി അത് തിരുത്തി ഇതേപോലെ കോൺഫിഡൻ്റ് ആയിട്ട് അടുത്ത എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാവണം. ഉറപ്പല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കി അതൊക്കെ ഒന്ന് തിരുത്തി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാച്ചസിൽ ഇപ്പോൾ മിസ് പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ അരച്ച് കലക്കി പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ PDF നോട്ട്സ് ഉണ്ട്. കുറേ പേർക്ക് നോട്ട്സൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള വർക്ക്ഷീറ്റ്. പിന്നെ എക്സാമിന് ടൈം മാനേജ്മെൻറ്റ് പഠിക്കണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിലെ മോഡൽ എക്സാംസും ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ചാപ്റ്റർ വൈസ് എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീസ് ആണ് കിട്ടുന്നത്. മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ഈ മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി അടുത്ത എക്സാമിന് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങും എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ വന്ന മക്കളെല്ലാവരും വേഗം എന്ത് ചെയ്യുക? റെഡി എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് എന്തായാലും തിരിച്ചു പിടിക്കാൻ പറ്റും. ഈ മാർക്കൊക്കെ നമ്മുടെ മാർക്ക് കുറഞ്ഞ് നമ്മളെ വിഷമിപ്പിച്ച അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കാനുള്ള ഒരു അവസരമാണ് അടുത്ത എക്സാം. അപ്പോൾ നന്നായിട്ട് പഠിച്ചിപ്പോഴേ തുടങ്ങുക. അപ്പോൾ റെഡി ആണെങ്കിൽ റെഡി എന്ന് കമൻറ്റ് ചെയ്യുക.